നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മോഡീസ് നവനിർമ്മാൺ ലിമിറ്റഡ് എന്നുള്ള IPOയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ജൂൺ 23 മുതൽ 28 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. മോഡീസ് നവനിർമ്മാൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനി 2015 ബോംബെ ബേസ്ഡ് ആയിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ മിഡ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, മീഡിയം മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അഫോർഡബിൾ ഹൗസുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഫ്ലാറ്റുകളുടെ നിർമ്മാണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് 5ഓളം പ്രോജക്റ്റുകൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒരു 5ഓളം പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, പൈപ്പ് ലൈനിലാണ്. അതായത് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത് ഏകദേശം കാർപ്പറ്റ് ഏരിയ പറയുകയാണെങ്കിൽ 5.88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ പേറോളിൽ 11ഓളം എംപ്ലോയീസ് ആണുള്ളത്. 11 എംപ്ലോയീസ് ആണ് ഇപ്പോൾ ഉള്ളത്. കമ്പനി വളരെ ഫ്ലറിഷ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. മുംബൈയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഇവരുടെ പ്രൊജക്റ്റുകൾ ഇപ്പോഴുള്ളത്. അതായത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ബോറിവലി, കാൻഡിവലി, മലാഡ്, ഗുർഗാവോൺ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അവരുടെ പ്രൊജക്റ്റുകളുള്ളത്. മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രൊജക്റ്റുകളുടെ പേര് രശ്മി സദന, രശ്മി ശീല, രശ്മി ടെറസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. SME കാറ്റഗറിയിൽ വരുന്ന ഈ കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 22.68 കോടി രൂപയാണ്. അതായത് 12.6 ലക്ഷം ഓഹരികളാണ് ഇവർ ഫ്രഷായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 29.78% ഓഹരികൾ വരും. ഇത് ഇഷ്യൂ കഴിയുമ്പോൾ അത്രയും ശതമാനം ഓഹരികളാണ് പെയ്ഡപ്പ് ക്യാപിറ്റലിലേക്ക് അഡീഷണലായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 76.14 കോടി രൂപ വരും. ഇപ്പോൾ ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 99.98%, ഏകദേശം 100%ഓളം ഓഹരികളും. അവരുടെ പേര് ദിനേഷ് കുമാർ മോഡി, രശ്മി മോഡി, മഹേക് മോഡി എന്നീ പറയുന്ന പ്രധാനമായിട്ടും 3 പേരാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ കൈവശം 70.2% ഓഹരികളായിട്ട് അത് മാറുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കമ്പനി ഇഷ്യൂ നടത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ ഒരു സബ്സിഡിയറി ഉപകമ്പനി, അതിൻ്റെ പേര് SMNPL എന്നാണ്. അതിൻ്റെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് അൺസെക്യൂർഡ് ലോൺസ് അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും 17.79 കോടി രൂപയും ഇതിൽ നിന്ന് എടുക്കുന്നത്. അതായത് ടോട്ടൽ വരുന്ന 22.68 കോടിയിൽ നിന്ന് 17.79 കോടി രൂപ ഈ സബ്സിഡിയറിയുടെ ഋണബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഒരു 4.21 കോടി രൂപയാണ് കോർപ്പറേറ്റ് ആയിട്ടുള്ള ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്നത്. ഒരു 68 ലക്ഷം രൂപ ഈ ഇഷ്യൂവിൻ്റെ ചെലവുകൾ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ 3 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം. ഇത് ടോട്ടൽ അസറ്റ്സ് ആണ്, റവന്യൂ ആണ് ഈ കോളത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത് നെറ്റ് പ്രോഫിറ്റുമാണ്. മാർച്ച് 2020 ടോട്ടൽ റവന്യൂ 2195.46 ലക്ഷം എന്നാണ് കാണിക്കുന്നത്. അതായത് ലക്ഷത്തിലാണ് ഈ കണക്കുകൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത വർഷമായപ്പോഴത്തേക്ക് ഇത് 1322.34 ലക്ഷമായിട്ട് ഇവിടെ ടോട്ടൽ റവന്യൂ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 139.78 ലക്ഷമായിരുന്നത് അടുത്ത വർഷമായപ്പോഴത്തേക്കും വെറും 37.87 ലക്ഷമായിട്ട് കുറഞ്ഞു. എന്നാൽ 2022 റവന്യൂ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. 1151.07 ലക്ഷമായിട്ട് ഇവിടെ മാറിയപ്പോൾ
നെറ്റ് പ്രോഫിറ്റ് 132.7 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. വെറും 37 ലക്ഷമായിരുന്നതിൽ നിന്ന് 132.7 ലക്ഷമായിട്ട് അത് വർദ്ധിച്ചിരിക്കുന്നു. അതായത് ഈ ബോട്ടം ലൈനിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇൻകൺസിസ്റ്റൻസി വല്ലാതെ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ റവന്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വല്ലാതെ കുറവ് വരുന്നു. ഈ കുറവ് വരുമ്പോഴും നെറ്റ് പ്രോഫിറ്റിലും വല്ലാത്ത ഒരു വർധനവ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പൊരുത്തക്കേട് നമുക്കിവിടെ കാണുന്നുണ്ട്. മോഡി നവനിർമ്മാൺ എന്ന ഈ കമ്പനിയുടെ പിയർ കമ്പനികൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ലിസ്റ്റ് അവരുടെ ഓഫർ ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അരിഹന്ത് സൂപ്പർ സ്ട്രക്ചേഴ്സ്, KBC ഗ്ലോബൽ, അജ്മീര റിയാലിറ്റി, ഹബ് ടൗൺ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, വാസ്കോൺ എഞ്ചിനീയേഴ്സ് എന്നിങ്ങനെയുള്ള കമ്പനികളുടെ പേരുകളാണ്. അതിൽ ഈ ഗോദ്രേജ് പ്രോപ്പർട്ടീസും മാക്രോടെക്കും എല്ലാം ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആവുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. കാരണം അതെല്ലാം വളരെ വലിയ കമ്പനികളാണ്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ EPS 3.44 ആണ് ഒരു ആവറേജ് കഴിഞ്ഞ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 29.51% മോഡി നവനിർമ്മാണിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലീഡ് മാനേജർ ആര്യമാൻ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ശരാശരി കമ്പനിയാണ്. മോഡി നവനിർമ്മാൺ എന്നുള്ള ഈ SME കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 23 ഓപ്പൺ ചെയ്യുന്ന ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത് 28 ഇതിൻ്റെ പ്രൈസ് ഫിക്സഡ് പ്രൈസ് ആണ് 180 റുപ്പീസാണ് പെർ ഷെയർ, 180 രൂപ. എല്ലാം ഫ്രഷ് ഓഹരികളാണ്. 12.6 ലക്ഷം ഓഹരികളാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ 10 രൂപയാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ IPO സൈസ് വരുന്നത് 22.68 കോടി രൂപയാണ്. 800 ഓഹരികളാണ് മിനിമം ഒരാൾ അപ്ലൈ ചെയ്യേണ്ടത്. മാക്സിമം അത്രയേ ഉള്ളൂ. കാരണം SME ആയതുകൊണ്ട്. SME ഓഹരികളെ കുറിച്ച് അറിയില്ലാത്തവർ, SME എന്താണെന്നൊക്കെ സംശയമുള്ളവർ ഒരു വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ, ആ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. റീറ്റെയിലേഴ്സിന് അലോട്ട് ചെയ്യുന്നത് 50% ഓഹരികളാണ്. 50% അതർ കാറ്റഗറി, അതായത് HNIസിനൊക്കെയാണ്. ബാക്കി 50%. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് BSEയുടെ SME സെഗ്മെൻറ്റിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 1 കിട്ടാത്തവർക്ക് റീഫണ്ട് 4 ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് 5 ജൂലൈ 5 ലിസ്റ്റ് ചെയ്യുന്നത് 6 ജൂലൈ 6 ആയിരിക്കും. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഇതൊരു റിസ്ക് കൂടുതലുള്ള ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന കമ്പനിയാണ്. അതായത് റിയൽ എസ്റ്റേറ്റിൽ പെടുന്ന ഒരു കമ്പനിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രൈസാണ് 180 രൂപ പെർ ഷെയർ ആണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് കൂടിപ്പോയില്ലേ, ഹൈ പ്രൈസ് അല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതാണ്. അതിലെ ബോട്ടം ലൈൻ വളരെയധികം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടു. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ല. അതുപോലെ തന്നെ റവന്യൂ സൈഡിലും വളരെയധികം വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. ഈ അവസാന വർഷം വളരെയധികം പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരിക്കും ഇവർ ഹൈ പ്രൈസ് ഇട്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്, ഈ കമ്പനി വലിയ ലെവലിലേക്കൊക്കെ എത്താനായിട്ട് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവരുടെ ഈ റിപ്പോർട്ടിൽ കാണുന്നത് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസും മാക്രോടെക്കിനെയും കാണിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത വലിയ 2 കമ്പനിയാണ് അത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ഈ ഓഹരി സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മോഡി നവനിർമ്മാൺ ലിമിറ്റഡ് എന്നുള്ള ഈ SME കമ്പനിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, കമൻറ്റുകളും. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.